എപ്പിസോഡ് തുടങ്ങുന്നതിനെ കാണിക്കുന്നത് അമേരിക്കയിലേക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാ ആൾക്കാരും എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നതാണ്. ഒരുപാടധികം നാൾ ഷിപ്പിലൊക്കെ യാത്ര ചെയ്തതുകൊണ്ട് തന്നെ ഇവർക്ക് മീറ്റ് ഒന്നും കിട്ടത്തില്ലായിരുന്നു. സോ ഇനി മീറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് എല്ലാ ആൾക്കാരും ഹാപ്പി ആകുകയാണ്. കിരാസാമിക്ക് മീറ്റ് കഴിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര ആഗ്രഹത്തോടെ ഇരിക്കുകയാണ്. വാരിയറായിട്ടുള്ള നമുക്ക് മീറ്റ് കഴിക്കണമെന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം മീറ്റിന്റെ അതിൽ ഒരുപാടധികം കിടിലൻ പ്രോട്ടീൻസ് ഉണ്ട് എന്ന് നമ്മുടെ സുഖാച്ച പറയുകയാണ്. ഇറങ്ങിയ ഉടനെ തന്നെ ആനിമൽസിനെ ഹണ്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൈജു പവർ ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ എല്ലാവരും എന്തിനാ വെക്കേഷന് വന്നതുപോലെ പെരുമാറുന്നേ എന്ന് നമ്മുടെ ഗെന്ന് ചോദിക്കുകയാണ്. തന്നെ നമ്മുടെ ഹോമറയാണെങ്കിൽ എന്തോ ഒരു കാഴ്ച കണ്ടിട്ട് ഇവരോട് എല്ലാവരോടും അങ്ങോട്ട് നോക്കാൻ വേണ്ടി പറയുന്നു. സോ ഇത് കേട്ട് എല്ലാ ആൾക്കാരും നോക്കുന്ന സമയത്ത് അവിടെയുള്ള എല്ലാ മനുഷ്യരും കല്ലായിട്ട് മാറി കിടക്കുന്ന കാഴ്ചയാണ് അവർ കാണുന്നത്. ഇത് ഞാൻ നേരത്തെ വിചാരിച്ചതുപോലെ തന്നെ എല്ലാ ആൾക്കാരും കല്ലായിട്ട് മാറിയിരിക്കുകയാണ് എന്ന് നമ്മുടെ സേക്ക് പറയുകയാണ്. ഇവരെല്ലാരും കൂടെ ചേർന്നിട്ട് അമേരിക്കയിലുള്ള എല്ലാ ആൾക്കാരെയും റിവൈവ് ചെയ്തിട്ട് സിവിലൈസേഷനെ മുഴുവനായിട്ട് തന്നെ ഇനി ഇവരെല്ലാരും കൂടെ ചേർന്നിട്ട് വേണം തിരിച്ചു കൊണ്ടുവരാൻ. ഇത്ര നേരം ഒരുപാടധികം സന്തോഷത്തോടെ ഇരുന്ന ആൾക്കാരാണെങ്കിൽ ഈ കല്ലായിട്ട് കിടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് അവർ വളരെയധികം വിഷമത്തിലേക്ക് പോവുകയാണ്. സമയത്ത് തന്നെ അവർ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരുപാടധികം സ്റ്റാച്യൂസ് ഇങ്ങനെ കൊളാപ്സ് ആയിട്ട് ഒരുമിച്ച് നിന്നിട്ട് പെട്രിഫൈ ആയിട്ടുണ്ട്. സോ ഇത് എന്ത് സംഭവിച്ചാണ് എന്ന് നമ്മുടെ ചോദിക്കുന്നു. ഇത് കേട്ടെ നമ്മുടെ ഷേക്ക് പറയുകയാണ് കാർ ആക്സിഡന്റ് ആയി കാണുന്നത്. സോ ഏതവനാണ് വെള്ളത്തിൽ കൊണ്ട് കാർ ആക്സിഡന്റ് ആക്കുന്നത് എന്ന് നമ്മുടെ പോലീസ് മാൻ ചോദിക്കുന്ന സമയത്ത് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ മണ്ടയ്ക്ക് ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, ദ ഗ്രേറ്റ് വേ ഓഫ് പസഫിക്. ആ ബ്രിഡ്ജ് തകർന്നായിരിക്കും ഈ ആക്സിഡന്റ് സംഭവിച്ചത് എന്ന് നമ്മുടെ റിയൂഷി പറയുന്നു. ഹ്യൂമാനിറ്റി ബിൽഡ് ചെയ്ത എല്ലാ കാര്യങ്ങളും തകർന്നു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂസൂറിയ വിഷമിക്കുകയാണ്. ഇതൊക്കെ കേട്ട് പവറായി നമ്മുടെ തൈജ് പറയുകയാണ് നമ്മളെല്ലാ ആൾക്കാരെ റിവൈവ് ചെയ്തിട്ട് നമ്മൾ ഇതെല്ലാം തിരിച്ചു കൊണ്ടുവരും എന്ന് നമ്മുടെ തൈജ് പറയുന്നു. ഷിപ്പെല്ലാം അവരൊരു സ്ഥലത്ത് നിർത്തിയിട്ട് അവരെല്ലാവരും വെളിയിലേക്ക് ഇറങ്ങുകയാണ്. സോ അമേരിക്കയിലേക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൈജ് ഫുൾ പവർ നിൽക്കുകയാണ്. ഇത് നമ്മുടെ ഉള്ളതുപോലെ തന്നെ കാർഡ് തന്നെയാണല്ലോ, ഇതിലെന്താ വ്യത്യാസം? അമേരിക്ക കൂടിയ സാധനം എന്ന് പറഞ്ഞിട്ട് ഇത് കാർഡ് മാത്രമാണല്ലോ എന്ന് നമ്മുടെ കോവാക്ക് പറയുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം തകർന്നു പോയി എന്ന് നമ്മുടെ യൂസൂറിയ പറയുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ സ്വീക്ക് ഇത് എന്താ സാധനം, ഞാൻ ഒരു പുതിയ സാധനം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കൊണ്ട് കാണിക്കുകയാണ്. സോ അന്നേരം തന്നെ നമ്മുടെ സേക്ക് ആണെങ്കിൽ ഒരു മരം കാണിക്കുകയാണ്. നോക്കുന്ന സമയത്ത് ആ മരം ഭയങ്കരമായിട്ട് വലിയൊരു മരമാണ്. ഇതാണ് വേൾഡിൽ തന്നെ ഏറ്റവും ടാളസ്റ്റ് ആയിട്ടുള്ള മരം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സേക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. നോക്കുന്ന സമയത്ത് അവിടെ ഈഗിളും ഉണ്ട്. സോ പുതിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോളാം എന്ന് നമ്മുടെ സേക്ക് പറയുകയാണ്. സോ ഇനി നമ്മുടെ സേക്കുവിന്റെ ടീം രണ്ട് ടീമായിട്ട് തിരിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു ടീം കോൺ തപ്പി പോവുകയാണ്, ഒരു ടീം ഷിപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. കോൺ തപ്പി പോകുന്ന സമയത്ത് ആനിമൽസിന്റെ നിന്ന് അറ്റാക്ക് വരാൻ വേണ്ടി നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബാറ്റിൽ ടീമും കോൺ തപ്പി പോകുന്നവരുടെ കൂടെ വരികയാണ്. നമ്മുടെ സേക്കു ആണെങ്കിൽ മാപ്പിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കോൺ ഏറ്റവും കൂടുതൽ കാണാൻ സാധ്യതയുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കുകയാണ്, നോർത്തേൺ കാലിഫോർണിയ. അവിടേക്ക് നമ്മൾ റിവർ വഴി പൊക്കോണ്ടിരിക്കുകയാണ് എന്ന് നമ്മുടെ സേക്കു പറയുകയാണ്. ഇവർ പൊക്കോണ്ടിരിക്കുന്ന സ്ഥലത്ത് കോൺ ഉണ്ടോ എന്ന് ഇവർ നല്ല രീതിയിൽ തന്നെ നിരീക്ഷിച്ചുകൊണ്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുന്ന സമയത്ത് കോൺ സീസൺ തീർന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സേക്കു ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാടധികം വർഷങ്ങൾ കഴിഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ എർത്ത് നല്ല രീതിയിൽ തന്നെ ടിൽറ്റ് ആവാൻ വേണ്ടി സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സീസൺസിനൊക്കെ നല്ല രീതിയിൽ തന്നെയുള്ള വേരിയേഷൻസ് വരാൻ വേണ്ടി നല്ല സാധ്യതയുണ്ട് എന്ന് നമ്മുടെ സേക്ക് പറയുകയാണ്. സോ ഈ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും വന്നാൽ അത് ചെയ്യാൻ വേണ്ടി റെഡിയാണെന്ന് നമ്മുടെ സുക്കാട്സയും കൊഹാക്കുവും പറയുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഗെന്നാണെങ്കിൽ ദൂരെ മുതല നിൽക്കുന്നത് നോട്ടീസ് ചെയ്യുകയാണ്. സോ അതേ സമയത്ത് തന്നെ നമ്മുടെ ഗെന്ന് കിടന്നലക്കുകയാണ്. മുതല വന്നേ നമ്മളെ ചത്ത എന്ന് പറഞ്ഞ് കിടന്നലച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇതേ സമയത്ത് തന്നെ നമ്മുടെ സുക്കാട്സയും ബാക്കിയുള്ളൊരു ഒരു മാസ് എൻട്രി തന്നെ അങ്ങോട്ട് വരികയാണ്. ഇതൊരു കിഡിലൻ സീനാണ്. ഇതൊക്കെ കണ്ട മുതലുകൾ വിചാരിച്ചാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം ഇവർക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കിട്ടിയെന്ന്. പക്ഷെ അവർക്ക് അറിയത്തില്ലല്ലോ ഇവർ കളിക്കാൻ വേണ്ടി പോകുന്നത് സിംഹത്തിന്റെ കൂടെ ആണെന്ന്. സോ അങ്ങനെ അവർ 8 പേരും കൂടെ ചേർന്നിട്ട് ആ മുതലകളെ എല്ലാത്തിനെയും നല്ല കിഡിലായിട്ട് തന്നെ അവർ വെട്ടി ഞുറുക്കി കളയുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് മുതലേനെയൊക്കെ ഡിഫീറ്റ് ചെയ്യുകയാണ്. ഒരുപാടധികം നാളായി ഒരു മീനൊക്കെ കഴിച്ചിട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രാൻചോ അവർക്ക് ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. സോ അത് മാത്രമല്ല മുതല ഹാൻബർഗറും നമ്മുടെ ഫ്രാൻചോ ഇപ്പോൾ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതൊക്കെ കണ്ടാൽ നമ്മുടെ സ്വീക്ക് ചോദിക്കുകയാണ് ഇത് എന്തൊരു സാധനമാണെന്ന്. സോ അന്നേരം തന്നെ നമ്മുടെ ഓക്കിയോ ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്ന് നമ്മുടെ സ്വീക്കിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. സോ അതുപോലെ തന്നെ നമ്മുടെ സ്വീക്ക് കഴിക്കുകയാണ്. നമ്മുടെ സ്വീക്കയ്ക്ക് ഇത് ഒരുപാടധികം ഇഷ്ടപ്പെടുകയുമാണ്. സ്വീക്കയ്ക്ക് മാത്രമല്ല അത് കഴിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുകയാണ്. സോ നമ്മുടെ ഹ്യൂഗിയൊക്കെ ആണെങ്കിൽ കഴിച്ചിട്ട് ആനന്ദ കണ്ണുനീര് വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ നമ്മുടെ മുതലയുടെ വായിൽ നിന്ന് സുക്കാർച്ചിക്ക് എന്തോ ഒരു സാധനം കിട്ടുകയാണ്. നോക്കുന്ന സമയത്ത് അത് വേറൊന്നുമല്ല കോണായിരുന്നു. ഇത് കാണുന്ന സമയത്ത് തന്നെ നമ്മുടെ സേക്കിന് ഒരുപാടധികം സന്തോഷം വരികയാണ്. കാരണം ഇവർക്ക് ആൽക്കഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മെയിൻ ആയിട്ടുള്ള സാധനം ഇവർക്ക് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർ മുതല വന്ന ഡയറക്ഷനിലേക്ക് ഇപ്പോൾ പൊക്കുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന സമയത്ത് അത്രയ്ക്ക് ടേസ്റ്റ് ഒന്നുള്ള സാധനം അല്ലല്ലോ എന്ന് നമ്മുടെ ക്രോം ചോദിക്കുന്ന സമയത്ത് അത് നീ പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന എഫക്റ്റ് അത് ഭയങ്കര വലുതാണ് എന്ന് നമ്മുടെ സേക്ക് പറയുന്നു. അഥവാ ഇവർ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഇവർക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കോൺ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കത് തന്നെ വളർത്താം എന്ന് നമ്മുടെ തൈജ് പറയുകയാണ്. കോൺ ഇനി ഫാർമിംഗ് ചെയ്യണമെന്ന് പറയുന്നത് അത് ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു കാര്യമാണ്. അധികം ടൈം എടുക്കും. അത് മാത്രമല്ല ആനിമൽസ് ഒക്കെ അത് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി നല്ല ചാൻസും ഉണ്ട്. ഈ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കോവാക്കോ ആണെങ്കിൽ വെള്ളത്തിൽ നിന്ന് ഒരുപാടധികം കോൺ പീസസ് ഇങ്ങനെ എടുക്കുകയാണ്. ഇതൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെ ഈ ഡയറക്ഷനിൽ പോയാൽ ഇവർക്ക് ഒരു കോൺ ഫീൽഡ് കിട്ടുമെന്ന് ഇവർക്ക് ഇപ്പോൾ ഒരു കോൺഫിഡൻസ് വരികയാണ്. അതേ സമയത്ത് തന്നെ നമ്മുടെ സേക്കു യൂസറേക്ക് റിപ്പോർട്ട് ചെയ്യുകയാണ് ഞങ്ങൾ കോൺ കണ്ടുപിടിച്ചു, പക്ഷേ കോൺ ഫീൽഡ് കണ്ടുപിടിക്കാൻ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. നിങ്ങളും കൂടെ അവിടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ തപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞങ്ങളെ
റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയണം. സോ അതുപോലെ തന്നെ അവർ ചെയ്യാൻ വേണ്ടി പോവുകയും ഈ സമയത്ത് തന്നെ മരത്തിന്റെ ഇടയിൽ നിന്ന് എന്തൊരു ലൈറ്റ് കാണുന്നു. ചെന്നായ്ക്കളെല്ലാം അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിൽ നോക്കി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ലൈറ്റ് പോലത്തെ സാധനം താഴേക്ക് ചാടിയിട്ട് ചെന്നായ്ക്കളെല്ലാം ആക്രമിക്കാൻ വരുന്നതോടെ തന്നെ ആ ചെന്നായ്ക്കളെ വളരെയധികം രൂക്ഷമായിട്ട് നോക്കി സൂട് വെച്ച് അതിനെ എല്ലാത്തിനെയും വെട്ടി തറയിലിടുകയാണ്. ഇപ്പം ഒരുപാട് നൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സേക്കുവിന്റെ ടീമൊക്കെ ആണെങ്കിൽ ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. സോ ഇപ്പോഴും നമ്മുടെ സേക്കുവിന് ഡൗട്ട് ഉണ്ട് കോൺ ഉണ്ടോന്ന്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സേക്കു ആണെങ്കിൽ ഒരു ലൈറ്റ് സെറ്റ് ചെയ്യുകയാണ്. സോ ഈ ലൈറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഇൻസെക്ട്സ് എല്ലാം ആണെങ്കിൽ ഈ ലൈറ്റിലോട്ട് അട്രാക്ട് ആയിട്ട് ഈ ലൈറ്റിന് അവിടോട്ട് വന്ന് നിൽക്കും. സോ ഇത് വെച്ചിട്ട് നമ്മുടെ സേക്കു ആണെങ്കിൽ ഒരു കോൺ കഴിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഇൻസെക്റ്റിനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നോക്കുന്ന സമയത്ത് അത്ര ഇൻസെക്റ്റൊക്കെ അത്യാവശ്യമുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സേക്കു തീരുമാനിക്കുകയാണ് കോൺ ഇവിടെ ഉണ്ടെന്ന്. കണ്ട നമ്മുടെ കോഹ ചോദിക്കുന്നത് ബട്ടർഫ്ലൈ പോലല്ലേ ഉള്ളൂ എന്ന്. പക്ഷേ നമ്മുടെ സേക്കു പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഇൻസെക്ട്സിനൊക്കെ ജീവിക്കണമെങ്കിൽ കോൺ കഴിക്കണം. സോ അതുകൊണ്ട് തന്നെ കോൺ ഉണ്ടെങ്കിൽ ഇതൊക്കെ ജീവിക്കത്തുള്ളൂ. പക്ഷേ ഇത് അത്യാവശ്യമുണ്ട്. സോ അതുകൊണ്ട് തന്നെ കോൺ ഉണ്ടെന്ന്. കുറച്ച് നേരം അവർ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് ഇൻസെക്ട്സ് ആ ലൈറ്റ് ഉള്ള സ്ഥലത്തിലേക്ക് വരികയാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ അടുത്ത് തന്നെ ഒരു കോൺ ഫീൽഡ് ഉണ്ടെന്ന് ഇവർ കണ്ടുപിടിക്കുകയായിരുന്നു. നമ്മുടെ സുക്കാർസിക്ക് എന്തോ ഒരു കാര്യം സെൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ആ സംഭവം വരുന്നത് മരത്തിൽ നിന്നാണെന്ന് നമ്മുടെ സുക്കാർസിക്ക് ഒരു കാര്യം മനസ്സിലാകുകയാണ്. ഒരു സമയത്ത് എന്തോ ഒരു ലൈറ്റ് രീതിയിലുള്ള ഒരു കാര്യമാണെന്ന് നമ്മുടെ സുക്കാർസിക്ക് മനസ്സിലാകുകയാണ്. എന്തോ തരത്തിലുള്ള ഒരു ബീസ്റ്റ് ആണ് എന്ന് നമ്മുടെ കൊഹാക്ക് പറയുകയാണ്. എന്തോ ഒരു വലിയ പ്രശ്നം വരാൻ പോകുന്നത് പോലെ തന്നെ നമ്മുടെ സുക്കാർസിക്ക് നല്ല രീതിയിൽ തന്നെ തോന്നുന്നുണ്ട്. എല്ലാവരും ഞാൻ തന്നെ വേണം പ്രൊട്ടക്ട് ചെയ്യാൻ എന്ന് നമ്മുടെ സുക്കാർസ മനസ്സിൽ വിചാരിക്കുകയാണ്. എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തോ ഒരു വല്ലാത്ത ശബ്ദം ഞാൻ കേട്ടു, എന്തോ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അവിടെ ലൈറ്റ് വരുന്നുണ്ട്, ഇത് ഞാൻ വിചാരിക്കുന്നത് പോലെ തന്നെ ആയിരിക്കുമോ? സുക്കാർസിക്ക് ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അത് എന്ത് പ്രശ്നമാണെന്ന് മനസ്സിലാകുന്നില്ല. എല്ലാവരും ഓടാൻ എന്ന് നമ്മുടെ സുക്കാർച്ച പറയുകയാണ്. ഈ സമയത്ത് മരത്തിലിരിക്കുന്ന ആളെ മെഷീൻ കണ്ണുവെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവിടെ യൂഷി ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ആ ബോട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ഒളിച്ചിരുന്നല്ലേ അറ്റാക്ക് ചെയ്തത്, എന്നിട്ടും അവരത് എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ആ അറ്റാക്ക് ചെയ്ത ആൾ മനസ്സിൽ വിചാരിക്കുകയാണ്. എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എനിക്ക് ആദ്യം തന്നെ മനസ്സിലാകുന്നില്ല. അത് മാത്രമല്ല ഇവന്മാരുടെ എങ്ങനെയാണ് ആ മിഷൻ കണ്ട് കിട്ടിയത് എന്ന് നമ്മുടെ കെന്നി പറയുന്നു. ഒരേ ഒരു എക്സ്പ്ലനേഷനേ ഉള്ളൂ, സേക്കുവിനെ പോലെയുള്ള ഒരാൾ തന്നെ റിവൈവ് ആയിട്ടുണ്ട്. ഞാൻ കോൺ ഫീൽഡ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവന് സയൻസ് അറിയാമെന്നാ തോന്നുന്നേ എന്ന് നമ്മുടെ സേക്കു പറയുന്നു. നീ നടക്കാൻ വേണ്ടി പോകുന്നത് സയൻസിന്റെ യുദ്ധമാണ് എന്ന് നമ്മുടെ സേക്കു പറയുകയാണ്. അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ ഒരു സ്ട്രൈക്ക് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ മാക്സിമം ഉള്ള ആൾക്കാരെല്ലാം എൻ്റെ സെക്കൻഡ് ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സോ സെക്കൻഡ് ചാനലിലെ ലിങ്ക് എൻ്റെ ചാനലിലെ എബോട്ട് സെക്ഷനിൽ കിടപ്പുണ്ട്. തല്ലിപ്പൊളി എന്നാണ് ചാനലിൻ്റെ പേര്. അത് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. ഈ ചാനൽ എന്തെങ്കിലും പറ്റിയാൽ ഞാൻ ആ ചാനൽ വീഡിയോ ഇടാൻ വേണ്ടിയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ സേക്കു റിവൈവ് ആകുന്നത് നാച്ചുറൽ ആയിട്ടാണ്. എന്തോ ഒരു ഒക്യൂറിങ് അല്ലെങ്കിൽ എന്തോ ഒരു സംഭവം കാരണമാണ് നമ്മുടെ സേക്കു റിവൈവ് ആയത്. അതുപോലെ അമേരിക്കയിലുള്ള ഒരാൾ റിവൈവ് ആയിട്ടുണ്ട്. സോ അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല, പക്ഷേ റിവൈവ് ആയിട്ടുണ്ട്. മാത്രമല്ല ആ ആളൊരു സയന്റിസ്റ്റുമാണ്. സോ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നതെന്ന് വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ വരുന്ന എപ്പിസോഡ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ സീരീസ് മുന്നോട്ട് തുടരത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഒരു സ്ട്രൈക്ക് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒക്കെ വരാൻ വേണ്ടി ഇനി ലേറ്റ് ആവും. കാരണം 2 സ്ട്രൈക്കും കൂടെ വന്നാൽ നമ്മുടെ ചാനൽ മൊത്തം. അതുകൊണ്ട് തന്നെ സ്ട്രൈക്ക് ഒന്നും വരാത്ത രീതിയിൽ മാക്സിമം സമയം എടുത്തിട്ടായിരിക്കും ഞാൻ ഇനി വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഷോർട്സ് ഒക്കെ പ്രതീക്ഷിക്കാം. എന്തെങ്കിലും രീതിയിലുള്ള കണ്ടന്റ്സ് ഞാൻ ഷോർട്സിൽ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റ്സ് ഒക്കെ അറിയാമെങ്കിൽ സജസ്റ്റ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ കണ്ടന്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. എപ്പോഴും എക്സ്പ്ലനേഷൻ മാത്രം പറയല്ലേ. എക്സ്പ്ലനേഷൻ ഞാൻ നിർത്തുവാന്നല്ല ഞാൻ പറയുന്നത്. 90 ദിവസം കഴിയാതെ എനിക്ക് ഇനി സ്ട്രൈക്ക് പോകത്തില്ല. സോ അതുവരെ ഞാൻ കെയർഫുള്ളായിട്ട് തന്നെ വീഡിയോ ഇടണം, അല്ലെങ്കിൽ സ്ട്രൈക്ക് വന്ന് എൻ്റെ ചാനൽ മൊത്തത്തിൽ പോകുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം കെയർഫുള്ളായിട്ട് വീഡിയോ ഇടാനായിരിക്കും ഇനി ശ്രമിക്കുന്നത്. നിങ്ങൾ കോപ്പറേറ്റ് കിട്ടാത്ത രീതിയിലുള്ള കണ്ടന്റ്സ് ഒക്കെ എനിക്ക് പറഞ്ഞു തരിക. എന്ന് വെച്ചാൽ വേണമെങ്കിൽ ഞാൻ ഏതെങ്കിലും ആനിമയുടെ ഒക്കെ റിവ്യൂ പറയാം, അല്ലെങ്കിൽ ഹിഡൻ ഡീറ്റെയിൽസ്. ഇപ്പോൾ വൺ പീസിൻ്റെ കവർ സ്റ്റോറീസ് ഒക്കെ വേണമെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. വൺ പീസിൻ്റെ ആനിമ റെക്കമെൻഡേഷൻസ്, മാംഗ റെക്കമെൻഡേഷൻസ്. സോ ഇങ്ങനത്തെ കണ്ടന്റ്സ് ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യമുള്ളതുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് പറയുക. നിങ്ങൾ ഈ ഡോക്ടർ സ്റ്റോർ എന്ന് പറഞ്ഞ ആനിമി മാത്രം കാണാതെ വേറെ ആനിമീസും കാണാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഇടുന്നത് എല്ലാ ആനിമി കണ്ടന്റ്സ് ആണ്. സോ അതുകൊണ്ട് മാക്സിമം അതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.